ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചല്ലേ? അല്ല മെയിൻ ഷെഫാ പോടുന്നത്. വെരി ഗുഡ്. ഈ സാധനം റാവുത്തർ ബിരിയാണിയെ തുടങ്ങാൻ പോകും കോഴിക്കോട്. നടക്കട്ടെ. കോഴിക്കോട് അല്ല പിന്നെ തിരുവനന്തപുരത്ത് തുടങ്ങാൻ പോകും. 2 സ്ഥലത്താണ് ഞാൻ ഉണ്ടാവുക. എന്താ സഹായം വേണ്ട പറഞ്ഞാൽ മതി. നിങ്ങളെ എന്നോട് ബിരിയാണിന്റെ കളറിനെ കുറിച്ച് ചോദിച്ചിരുന്നു. മനസ്സിലായില്ലേ ബിരിയാണിന്റെ കളർ എന്താന്നുള്ളത്? ഇതാണ്. ഇതിനകത്ത് റൈസ് ഇടുമ്പോൾ നമ്മൾ ഓൾറെഡി മുളക് പൊടി ഇട്ടാണ് സാധനം. മുളക് പൊടി ഉണ്ടാവും. അത് ചിക്കൻ സെപ്പറേറ്റ് വേവിക്കുന്നത്. ഇവിടെ ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കി വെച്ച് 30 കിലോ ഉണ്ട്. അവിടെ ഒരു 30 കിലോന്റെ ചിക്കൻ ബിരിയാണി ഉണ്ട്. 30 കിലോന്റെ മട്ടൻ ബിരിയാണി പിറകിലുണ്ട്. അതായത് ചുറ്റും ബിരിയാണിയുടെ കളിയാ. ഇതിൽ അടിപ്പിടിക്കാതെ ഇട്ടിട്ട് ചുറ്റും ഇളക്കണം. അമ്മേ അത് മെയിൻ കുക്കിംഗ് മൊത്തം അടുപ്പിലാണ്. നല്ല വിറകടുപ്പിൽ. നമ്മൾ ചിക്കൻ ഫ്രൈ മാത്രമേ ഗ്യാസ് ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി ബിരിയാണി മൊത്തം അടുപ്പിലാണ്. വീമ്പോളി പറഞ്ഞ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. കാരണം ഈ സൈഡിൽ നിന്ന് നല്ല ദമ്മ് പൊട്ടി ചിക്കൻ ബിരിയാണിയുടെ മണം, ഈ സൈഡിൽ നിന്ന് മട്ടൻ ബിരിയാണിയുടെ മണം, തൊട്ടപ്പുറത്ത് ബീഫ് ബിരിയാണിയുടെ മണം. അത് NMR ബിരിയാണി അല്ല, തൊട്ടപ്പുറത്ത് തലശ്ശേരി ബിരിയാണി ഉണ്ട്, ഈ റാവുത്തർ ബിരിയാണി ഉണ്ട്, തലശ്ശേരി ബിരിയാണി ഉണ്ട്, പിന്നെ നെയ്ച്ചോറുണ്ട്. ഒരു ബിരിയാണി ഹൗസാണ്. അത് പാലക്കാട് വന്നു കഴിഞ്ഞാൽ NMR ചെന്ന് റാവുത്തർ ബിരിയാണി കഴിക്കാതെ മടങ്ങി പോകാൻ പറ്റില്ല എന്നതാണ് വസ്തുത. സംഗതി എന്തായാലും വേറെ ലെവല് മക്കളെ, വേറെ ലെവല് കണ്ടോ. ഓ നല്ല ചൂടൻ ബിരിയാണി. ഈ ഒരു കപ്പിലാട്ടോ പരിപാടി. ആ ബിരിയാണി ഒന്ന് ടേബിളിലേക്ക്. റാവുത്തർ ബിരിയാണി എന്ന് നമ്മളിവിടെ പാലക്കാട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ അറിയാൻ വേണ്ടി പറയണതെന്നുള്ളത് റാവുത്തർ ബിരിയാണി എന്നല്ലേ അത് പറയാം. ഇത് വന്നിട്ട് പാലക്കാട് ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളായ അല്ലെങ്കിൽ പാലക്കാട്, ആലത്തൂർ, ചിറ്റൂർ ഈ 3 താലൂക്കുകളിലും പെട്ട സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ട് പൊള്ളാച്ചി, ഉടുമ്പൽപേട്ട, കോയമ്പത്തൂർ, അവനാശി, തിരുപ്പൂർ, സേലം വരയ്ക്കും ഈ ഒരു ബിരിയാണിയാണ്. ഇത് അവിടുത്തെ ഈ വിശേഷാൽ ദിവസങ്ങളിലേക്കൊക്കെ ഉണ്ടാക്കുന്ന ഈ കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ എല്ലാവരും അവിടെ ഇന്ന ഇതൊന്നുമില്ല, എല്ലാവരും കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പാലക്കാട് ഈ പ്രദേശം ഞാൻ പറഞ്ഞ ഈ പാലക്കാടിൽ ഈ 3 താലൂക്കുകളിൽ പെട്ടാൽ റാവുത്തന്മാർ കൂടുതലുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിൽ റാവുത്തർ കമ്മ്യൂണിറ്റി. അപ്പോൾ അവർക്ക് ഈ തമിഴ് കൾച്ചറാണ് അധികം. തമിഴ് സംസാരിക്കുന്നവരും ബിരിയാണി സ്പൈസി ആയിരിക്കും. അപ്പോൾ ഇവരുടെ വീടുകളിൽ കല്യാണത്തിനോ പെരുന്നാളിനൊക്കെ ഈ ബിരിയാണി വെച്ചാണ് അയൽവക്കങ്ങളിൽ കൊടുക്കുക. അങ്ങനെ ഒരു റാവുത്തർ ബിരിയാണി എന്നുള്ളൊരു ലേബിൾ വന്നതാണ്. സത്യത്തിൽ ഇതൊരു കൊങ്ക് നാടിൻ്റെ ഒരു ബിരിയാണിയാണ്. കുറേ വെറൈറ്റി ഉണ്ട്. ഞങ്ങൾ മസാല ഉണ്ടാക്കിയിട്ട് കാന്താരിൻ്റെ ഇത് ഫ്രൈ ചെയ്തിട്ട് അതിട്ടിട്ട് വീണ്ടും സോട്ട് ചെയ്യണം. വലിയൊരു കപ്പൽ വാങ്ങിയാലേ വായുടെ ഓടിക്കട്ടെ. അതാ ചിക്കൻ 65. നല്ല ചൂട് പക്ഷേ ഇതിണ്ടെങ്കിൽ ചോറിന് കൂട്ടിയിട്ട് പിടുത്തം പിടിക്കും. സാധാ ചോറിന് നല്ല സാധനം കേട്ടോ. നല്ല സാധനം. ഇത് മറ്റേ കായ്ച്ചാർ എന്ന് പറയും. ദാൽസ എന്ന് പറയും. നേന്ത്രക്കായ ഇല്ല ഈ മട്ടന്റെ ആ ഫാറ്റും ഇല്ല മറ്റേ എല്ലോ ഇട്ടിട്ട് അത് ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു ചിക്കൻ ബിരിയാണി ഉപയോഗിക്കുക. എല്ലാ ബിരിയാണിക്കും അത് ഉപയോഗിക്കും. ആ ചാറ് ഇത് കൂടി കഴിക്കും. അതെ, ആ ചാറ് ഇത് ചിക്കന്റെ കറിയാണ്. ചിക്കന്റെ ഗ്രേവി അതും ഇതിൽ കഴിക്കും. ഈ ഭാഗത്തുള്ളവർ കഴിക്കാറുണ്ട്. റൈത്ത എന്താ പറയാ നിങ്ങള്? നമ്മുടെ നാട്ടില് മലബാറില് ഇഞ്ചി പിക്കൽ, വയനാട്ടിൽ ചള്ളാസ് എന്താ പറയാ? ഇവിടെ റൈത്ത പറയും, തൈര് ചട്നി. അല്ല തൈര് ചട്നി. ഓരോ ഭാഷകളെ, ഓരോ നാട്ടിനും ഓരോ സംസ്കാരം. അച്ഛൻ വിളിച്ചേട്ടാ. താങ്ക് യു. നല്ല ചൂട് ബിരിയാണി കേട്ടോ. ഇത് റാവുത്തർ ബിരിയാണി. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്ന റാവുത്തർ ബിരിയാണി. അച്ഛൻ്റെ വീട് പാലക്കാട് ആണെങ്കിൽ പോലും ഞാൻ റാവുത്തർ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല. അതായത് നമ്മുടെ ഒരു തമിഴ്നാട് സ്റ്റൈല് തലപ്പാക്കടി ബിരിയാണിയൊക്കെ ഒരു ടേസ്റ്റാണ്. അതിന് പൊളിച്ചു. കാന്താരി നമ്മൾ നേരത്തെ ഉണ്ടാക്കിച്ച കാന്താരി ഇത് ഇടിവിട്ടായിട്ടാണ്. കാന്താരി നെയ്ച്ചോറും പൊളിയും. കാരണം നല്ല സ്പൈസിയാണ്.
ആ ചൂടൻ കാന്താരി ചിക്കൻ ലേശം എടുത്തിട്ട് ബിരിയാണി റൈസ് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ മക്കളെ നമ്മളിപ്പോഴേ എക്സാ ലൊക്കേഷൻ ഇപ്പോൾ എവിടെ വരുന്നത് ഇപ്പോൾ പാലക്കാട് ടൗണിൽ നിന്ന് വരുവാണെങ്കിൽ ഹാർട്ട് ഓഫ് ദ ടൗൺ ആണല്ലോ ഹരിക്കാർ സ്ട്രീറ്റ്. അരിക്കാശ്ശേരി ചോദിച്ചാൽ എല്ലാവർക്കും അറിയാൻ മതിയോ? വേണ്ട NMR ചോദിച്ചാൽ മതി. മതി. സീറ്റൊന്നും ചോദിക്കാം. NMR ബിരിയാണി ഹൗസ് ചോദിച്ചാൽ ഡയറക്റ്റ് വരാൻ പറ്റും. കുറച്ച് മട്ടൻ ബിരിയാണി ടെസ്റ്റ് ആട്ടെ. വേണ്ട മതി. മട്ടൻ വേറെ ഉള്ള ഇപ്പം ഞാൻ അടുത്തൊരു തവണ വരാം. ഇപ്പോൾ റസാക്ക് അടുത്ത മട്ടൻ ബിരിയാണി ചേട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ബീഫിൻ്റെ ബിരിയാണി ഒന്നും വേണ്ട, ചിക്കൻ ധാരാളം തന്നെ. അപ്പോൾ നെക്സ്റ്റ് ഡേ വരുമ്പോൾ മട്ടൻ ബിരിയാണിയുടെയും അതുപോലെ തന്നെ ബീഫിൻ്റെയും കഥ പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം ഞാൻ വിട്ടേക്കാണ്. വീണ്ടും സദ്യക്കും വരെ എല്ലാവർക്കും വണക്കം.